ഇറാനും ജർമ്മനി, റഷ്യ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ 2015 ഒപ്പുവെച്ച ആണവ കരാറ് സമാധാനത്തിനായിട്ടുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പായിരുന്നു. ഇറാൻ തന്റെ ആണവ പദ്ധതികൾ സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്നും അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കണമെന്നുമായിരുന്നു വ്യവസ്ഥ. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പലതവണ നടത്തിയ പരിശോധനകളിൽ ഇറാൻ കരാർ പൂർണ്ണമായും പാലിക്കുന്നുണ്ടെന്നുള്ളത് ഡാറ്റകൾ സഹിതം വ്യക്തമാക്കിയിരുന്നു. യുദ്ധകുതിയന്മാരായിട്ടുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക വ്യവസായിക സമുച്ചയത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് 2018 മെയ് മാസത്തിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഈ കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറി. ഉപരോധങ്ങളിലൂടെ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തുകൊണ്ട് അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരിക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. 2018 മുമ്പ് ദിവസേന 2.5 ദശലക്ഷം ബാരൽ എണ്ണ കയറ്റുമതി ചെയ്തിരുന്ന ഇറാന്റെ സിറ്റുവേഷൻ ഈ ഉപരോധത്തിന് ശേഷം എണ്ണയുടെ കയറ്റുമതി കുത്തനെ ഇടിഞ്ഞു. ഇത് സാധാരണക്കാരായിട്ടുള്ള ഇറാനിയൻ ജനതയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ലോകത്തിന്റെ എണ്ണ സമ്പത്തിന്റെ പൂർണ്ണ ഭാഗവും സ്ഥിതി ചെയ്യുന്ന പശ്ചിമേഷ്യയിൽ തങ്ങളുടെ മേധാവിത്വം നിലനിർത്തുക എന്നതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. അമേരിക്കൻ ആയുധ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പശ്ചിമേഷ്യയിൽ എപ്പോഴും യുദ്ധം നിലനിൽക്കുക എന്നത് അമേരിക്കയുടെ ആവശ്യമാണ്. ഫലസ്തീൻ ജനതയ്ക്ക് മേൽ ഇസ്രായേൽ കാലങ്ങളായിട്ട് നടത്തിവരുന്ന അധിനിവേശത്തെയും വംശഹത്യയും പ്രതിരോധിക്കുന്ന ശക്തികളെ ഇറാൻ പിന്തുണയ്ക്കുന്നു എന്നതാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രധാന പ്രശ്നം. 2020 ജനുവരിയിൽ ഇറാൻ സൈനിക കമാൻഡർ ജനറൽ കാസിം സുലൈമാനിയെ ഇറാഖിൽ വെച്ച് അമേരിക്ക കൊലപ്പെടുത്തിയത് അന്താരാഷ്ട്ര നിയമലംഘനമായിരുന്നു. എപ്സ്റ്റീൻ ഫയൽസിലെ ലോകരാജ്യങ്ങളിലെ നേതാക്കന്മാരുടെ പങ്ക് കണ്ട് ഞെട്ടി നിൽക്കുന്ന നമുക്ക് ലോകരാജ്യങ്ങളെല്ലാം ഈ ഒരു സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് എത്രത്തോളം ശ്രമിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാത്ത വക തന്നെയാണ്. സ്വന്തം വീട്ടുമുറ്റത്ത് മിസൈൽ എത്താത്തിടത്തോളം കാലം, നമ്മളുടെ രക്തം വീഴാത്തിടത്തോളം കാലം യുദ്ധം നമുക്ക് എല്ലാവർക്കും സ്ക്രോൾ ചെയ്യാനുള്ള ഒരു വാർത്ത മാത്രമാണ്. യുദ്ധം അവസാനിക്കട്ടെ.